ഈ ചാനലുകാരുടെ അല്ലെങ്കിൽ മീഡിയാസിൻ്റെ വലിയ ഇടപെടലാണ് ഈ കേസിനെ വലിയ ഒരു സോഷ്യൽ മൂവ്മെൻ്റായിട്ട് കേരളത്തിൽ മാറ്റിയത്. അതുകൊണ്ട് ഈ മീഡിയാസിനെ പ്രത്യേകമായി ഞാൻ ഒരു മനുഷ്യൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ കേസിൽ സർക്കാർ പൂർണ്ണ പരാജയമായിരുന്നു. ഏത് സർക്കാർ എന്ന് പറയുമ്പോൾ ആ നിലനിന്ന സർക്കാർ. കാരണം 1989 ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി അഗെയിൻസ്റ്റ് SC/ST ആക്ട്. ആ ആക്റ്റിൽ 6ാമത്തെ പാഠഭാഗത്തിൽ 15A-യിൽ 11H-ൽ പറയുന്ന ഒരു ആക്ട് അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോലീസും എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് 24 സാക്ഷികൾ കൂറുമാറിയത്. അതുകൊണ്ടാണ് ഈ താഴെ കോടതിയിൽ തന്നെ ഇത് ഒരു മോശപ്പെട്ട ശിക്ഷയിലേക്ക് പോയത്. അതുപോലെ ഇന്ത്യൻ ഹോം മിനിസ്ട്രി വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് 2018 നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും അന്നത്തെ സർക്കാരോ പോലീസോ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് മോശപ്പെട്ട വിധിയിൽ അന്ന് കീഴ്ക്കോടതിയിൽ ഉണ്ടായ സംഭവം. ഇനിയിപ്പോൾ ഇന്ന് അപ്പീൽ പോകാൻ പോകുന്നത് ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമാണോ? ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കേണ്ടതാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ വികാരമെന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ആ വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് നിർത്തണം. നമ്മൾ കോവിഡ് കാലത്ത് ആദ്യം കിളികൾക്കും ആദ്യം തെരുവ് പൊട്ടികൾക്കും മറ്റു ജീവികൾക്കും ഭക്ഷണമാണ് ആദ്യം കൊടുത്തത്. എന്നിട്ടാണ് മനുഷ്യരായ മലയാളികൾ നമ്മൾ കഴിച്ചത്. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തിട്ടാണ് ഈ സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കേണ്ടത്. ഒന്നാം പ്രതിയെ ഈ കേസിൽ ഒന്നാമത് ഡിജിറ്റൽ എവിഡൻസിനെ മാത്രം ആശ്രയിച്ചാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അതിൽ മുക്കാലി ജംഗ്ഷനിൽ വെച്ച് അവിടുത്തെ ശ്രീരാഗ് ബേക്കറി 14ാം പ്രതിയുടെ ബേക്കറിയിലെ CCTV ക്യാമറയിലാണ് ഒന്നാം പ്രതി മധു എന്ന് പറയുന്ന നിരാലംബനായ പ്രതികരിക്കാൻ കഴിയാത്ത ആളെ ആഞ്ഞു ചവിട്ടുന്നത്. പക്ഷെ ഈ ആഞ്ഞു ചവിട്ടുന്നത് ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായതുകൊണ്ട് അത് നമുക്കും കാണാൻ പറ്റില്ല, ആർക്കും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 10 ആളെ കൂട്ടി അതിൻ്റെ നടുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഒരാളെ ചവിട്ടി കൊല്ലാം എന്നാണ് യഥാർത്ഥത്തിൽ ഈ കോടതിയുടെ വിധിയിൽ വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കറിയാം ഒന്നാം പ്രതി ചവിട്ടിയിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടെ വക്കീലിനറിയാം ചവിട്ടിയിട്ടുണ്ടെന്ന്. നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയാം ചവിട്ടിയിട്ടുണ്ട്. പക്ഷേ ആർക്കും കാണാൻ പറ്റില്ല. പിന്നെ ചവിട്ടി എന്ന് പറയുന്ന 3 സാക്ഷികളുണ്ടായിരുന്നു. 3 സാക്ഷികളുടെ ടെസ്റ്റിമോണിയൽ എവിഡൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചില്ല. അതിൽ വളരെ വ്യക്തമായിട്ടുള്ള എതിരഭിപ്രായമാണ് ഹൈക്കോടതിയിലുള്ളത്. കാരണം എന്താ, സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ഒന്നാം പ്രതിയെ ശിക്ഷിക്കാമായിരുന്നു. ശിക്ഷിച്ചില്ല. കാരണം അത് കണ്ടില്ല. കാരണം ഹുസൈൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ അവിടെ ഒരു സെയിം ട്രാൻസാക്ഷൻ ഉണ്ട്. ഒരു കുറ്റകൃത്യം നടന്നാൽ ഭാവവ്യത്യാസം, ചവിട്ട് കിട്ടിയ മധുവിൻ്റെ ആ എക്സ്പ്രഷൻ, പിന്നെ അവിടെ ഇരുന്നിരുന്ന 7ാം പ്രതി ഷംസുദ്ദീൻ ഒന്നാം പ്രതിക്കെതിരെ വിരൽ ചൂണ്ടുന്നുണ്ട്. എന്താണ് നീ കാണിച്ചെന്നുള്ള ചോദ്യത്തിൽ അത് കോടതി പരിഗണിച്ചില്ല. തൊട്ടടുത്ത ബേക്കറിയിൽ നിന്ന് 5-8 പേർ ഓടി വരുന്നുണ്ട് മധുവിനെ ചവിട്ടി അവിടെ സംഭവം നടന്നറിഞ്ഞപ്പോൾ. ബഹുമാനപ്പെട്ട കോടതി അത് പരിഗണിച്ചില്ല. അവിടെ നിന്നിരുന്ന ആളുകൾ അങ്കലാപ്പിലായി. അത് ചെയ്തത് തെറ്റാണ്. പക്ഷേ ഒന്നാം പ്രതിയുടെ ആഞ്ഞു ചവിട്ട് നെഞ്ചത്ത് കിട്ടി. പുറകുഭാഗം ആ സ്റ്റീലിൻ്റെ ആ ഭണ്ഡാരത്തിൽ ഇടിച്ച് 2ാമത്തെ പരിക്ക്, അത് മാരകമായി പരിക്കിൽ ബ്രെയിൻ എഡിമ മൂലം മരണപ്പെടുവാൻ കാരണമായി. പക്ഷേ അത് ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുവാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഒന്നാം പ്രതി രക്ഷപ്പെട്ടത്. ഒന്നാം പ്രതി രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് അയാൾ ഒരിക്കലും ഇതിൽ കുറ്റവാളി അല്ലാതിരിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.